ശ്രുതി പറയും, ഞാനൊരു ടാക്സി ഡ്രൈവറല്ല, ഒരു ട്രാവൽസ് നടത്തുന്ന ആളാ. എനിക്കറിയാവുന്ന ഒരാൾ എന്നോട് കുറച്ച് ദിവസത്തേക്ക് ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാൻ വന്നാൽ മതിയോന്ന്. ഞങ്ങളെ ഡ്രൈവേഴ്സൊക്കെ പല പല ഓട്ടങ്ങളിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ശ്രുതി വീട്ടിലുള്ള ഓരോരുത്തരെ പറ്റി വിവരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിധി പറയും, ഇയാൾ ഭാഗ്യം ചെയ്ത ആളാ, ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരുമില്ല. ശ്രുതി പറയും, പറ്റിയ ഒരു ദിവസം കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നേരിട്ട് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക വൈബാ. കിടക്കാൻ നിൽക്കുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ നിധിയാണ്. അവർ തമ്മിലുള്ള കല്യാണം റൊമാൻസും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. സുഭാഷ് കവിതയെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. കവിത സുഭാഷിനോട് പറയും, ഫോൺ വിളിച്ചപ്പോൾ ഞാൻ കരുതി എന്നെ ഓർമ്മയില്ലാന്ന്. സുഭാഷ് പറയും, മറന്നിട്ടൊന്നുമല്ല, അത് ഒരു പ്രത്യേകതരം പെണ്ണ് കാണലായിരുന്നല്ലോ. കവിത പറയും, അതെ, പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആദ്യത്തെ പെണ്ണ് കാണലായിരിക്കും. സുഭാഷ് ഇങ്ങനെ ചമ്മിയിട്ട് പറയും, അത് ഞാനന്ന് പെട്ടെന്ന് വീട്ടിലെത്തി അനിയന്മാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. സോറിയോ? അതെന്തിന്? എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായത് നിങ്ങളുടെ ആ ഇന്നസെൻസാ. സുഭാഷ് ചോദിക്കും, എൻ്റെ കുടുംബത്തെ പറ്റി നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അതങ്ങ് മാറിയല്ലേ. കവിത പറയും, അമ്മാവനായിരുന്നു അതിനൊക്കെ നിർബന്ധം, ഇല്ലെങ്കിൽ നമ്മുടെ കല്യാണം എന്നേ നടന്നേനെ. ആദ്യം കണ്ടപ്പോൾ തന്നെ സുഭാഷ് ഏട്ടന് ഇഷ്ടമായി. കവിതയും വീട് മാറി താമസിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. സുഭാഷ് പറയും, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഞങ്ങളുടെ വീട് ഒരു പ്രശ്നമായിട്ടൊക്കെ തോന്നും, പക്ഷേ എനിക്കെൻ്റെ കുടുംബമാണ് വലുത്. കവിത പറയും, പെട്ടെന്ന് തീരുമാനം പറയണമെന്നില്ല, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സുഭാഷ് പറയും, ഉറപ്പുള്ള ഒരു കാര്യത്തെ പറ്റി എന്തിനാ ആലോചിക്കണം? എനിക്കെൻ്റെ അച്ഛനും അനിയനും ഒക്കെ എന്നും കൂടെ വേണം. പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു മോശം സ്ഥലമായിട്ട് തോന്നാം, പക്ഷേ അതെൻ്റെ കുടുംബമല്ലേ, ഞാനെങ്ങനെ ഉപേക്ഷിക്കും? കവിത ചോദിക്കും, ഞാൻ വിഷമിപ്പിച്ചോ? സുഭാഷ് പറയും, ഇല്ല. കവിത ചോദിച്ചു, ഞാനൊരു ഉത്തരം പറഞ്ഞു. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങാണ്. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രുതി നിധിയോട് പറയും, പഴയ ടെൻഷനൊക്കെ ഇപ്പോൾ മുഖത്തുനിന്ന് പോയല്ലോ. നിധി പറയും, മുഴുവനായിട്ടൊന്നും പോയിട്ടില്ല, രജിസ്ട്രേഷനല്ലേ നടക്കാതെ പോയുള്ളൂ, കല്യാണം ഉണ്ടല്ലോ എന്ന് പറയും. ശ്രുതി പറയും, കല്യാണം നമ്മൾ പൊളിക്കും. നിധി ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി പറയും, ആ സൂര്യയുടെ സ്വഭാവം വെച്ച് അയാളും നിധി ഒരുമിച്ച് ഒരിക്കലും പോയില്ല, അതുറപ്പാ. കുട്ടിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാവിയുണ്ട്, യൂണിവേഴ്സിറ്റി റാങ്കും ഗോൾഡ് മെഡലൊക്കെ കിട്ടിയ ആളല്ലേ. വെറുതെ ആ സൂര്യയും കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് കഴിയേണ്ട എന്ത് കാര്യമുള്ള കുട്ടിക്ക്? വിദേശത്ത് സെറ്റിൽ ചെയ്ത ആരെങ്കിലും കെട്ടി അവിടെ ജീവിക്കണം താല്പര്യമുള്ള എത്ര പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ? അവന് അങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ പോരെ? എഞ്ചിനീയർ ആവാൻ നടക്കുന്ന കുട്ടിയെ തന്നെ കെട്ടണം. സൂര്യ അയാളുടെ ജീവിതം എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്ന പോലെ കുട്ടിക്ക് കുട്ടിയുടെ ജീവിതം എങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചൂടെ? ശ്രുതി ഇങ്ങനെ സൂര്യയെ ഓരോന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി പറയും, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കും. ശ്രുതി ചോദിക്കും, വേണമെങ്കിൽ നമുക്ക് അവൻ്റെ കയ്യും കാലും തല്ലി പിടിക്കാം. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല, പക്ഷേ കുട്ടിക്ക് വേണ്ടി വേണേ അങ്ങനെ ചെയ്യാം. നിധി പറയും, അതൊന്നും വേണ്ട, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഹരീഷ് വണ്ടി പണിയെടുക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരോടൊക്കെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് നീതു അവിടെ അവർ കൊണ്ടുവന്ന ചായ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതുവഴി പോകുന്ന അവളുടെ അച്ഛൻ ഓട്ടോ നിർത്തി അങ്ങോട്ട് കയറി വന്ന് അവളോട് ചൂടാവും. ഹരീഷിനോടും ചോദിക്കും, നിനക്ക് പഞ്ചാര അടിക്കാൻ എൻ്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് പറയും, ഞാൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ വന്നിട്ടില്ല, അവളാ ഇങ്ങോട്ട് കയറി വന്നത്. നീതുവിൻ്റെ അച്ഛൻ മറുപടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്.